നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ നമ്മുടെ ഈ കണി വെള്ളരി വെച്ചിട്ട് എന്താ ചെയ്തേ? ഞാനിങ്ങനെ എന്താ ഇത് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ. കുറേയൊക്കെ ഞാനിങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്തു. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയ ഒരു കറി വയ്ക്കാൻ പോവാം കേട്ടോ. അപ്പോൾ എന്തായാലും അത് ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഉപ്പും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നമ്മൾ വേവിക്കുകയാണ്. വേപ്പില മുന്നേ ഇപ്പോൾ പോയി പറിച്ചിട്ട് വന്നതാട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് വെന്തോന്ന് നോക്കിയപ്പോൾ വെന്തിട്ടില്ല. അപ്പോൾ കുറച്ച് പേരും കൂടി അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ നേരം കൊണ്ട് നമ്മൾ അരപ്പ് സെറ്റ് ചെയ്യാൻ പോവാണ്. അരപ്പിന് എന്തൊക്കെ ഉണ്ടായിരുന്നു? തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി കേട്ടോ. ജീരകമാണ് ഹൈലൈറ്റ്. ഇതെല്ലാം നന്നായിട്ട് അരച്ച് എടുത്തതിന് ശേഷം വന്നപ്പോഴേക്കും ഇത് വെന്തു കിട്ടും. അപ്പോൾ ഞാൻ നമ്മുടെ വേപ്പിലേക്ക് ഇട്ടു. എന്നിട്ട് നമ്മുടെ അരപ്പ് അങ്ങോട്ട് ഇട്ടു. അരപ്പിന് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഒരുപാട് തിളയ്ക്കേണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? താളിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഈസി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ കണി വെള്ളരി വെച്ച് എന്താ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഇതിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകട്ടെ. വിയർത്ത് കുളിച്ചു കൂട്ടോ. ഈ ചൂട് സമയത്ത് നമുക്ക് അടുക്കളയിൽ നിൽക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ സങ്കടം വരും. പക്ഷേ നോ അതർ ഓപ്ഷൻ, ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും ആ ചെറിയൊരു പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ പറയുന്ന മോശമല്ലേന്ന് വെച്ചാൽ മുന്നേനെ കൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബി വിത്ത് 80.